بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സദസ്യരമായ ഇസ്ലാമിക് കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കേരള നഗരത്തിൽ മുജാഹിദീൻ നിലമ്പൂർ മണ്ഡലം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമ്മേളനത്തിൽ അടുത്തു നിന്നും ദൂരെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരരായ നാട്ടുകാർ, നേരത്തെയുള്ള സംസാരങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന വിഷയത്തിൽ ഇസ്ലാമി പ്രസ്ഥാനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ചെറുതും വലുതുമായ മണ്ഡലം സമ്മേളനങ്ങളിലൂടെ മലയാളക്കരയോട് ഈ പ്രസ്ഥാനം സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ഗൗരവപ്പെട്ട കാലിക പ്രസക്തമായ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള വളരെ സുസംഘിതമായ ഒരു പ്രബോധന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്തും ഇതുപോലെയുള്ള നൂറുകണക്കിന് മഹല്ലുകളിൽ മണ്ഡലം സമ്മേളനങ്ങളായി നമ്മുടെ ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കണിശമായ സുവ്യക്തമായ ആദർശം ഉൾക്കൊണ്ട് അതിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തൗഹീദി പ്രബോധന കൂട്ടായ്മയാണ് ഇസ്ലാമിക് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം മലയാളി സമൂഹത്തിന് അപരിചിതമല്ല. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലമായി ഈ പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഗുണപരമായ പ്രവർത്തനങ്ങളും പരിവർത്തനങ്ങളും അതിന് സാക്ഷിയാകുകയും അതിന്റെ നന്മകളും നേട്ടങ്ങളും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം സമൂഹം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ഏതെല്ലാം പുരോഗതികളും നേട്ടങ്ങളുമുണ്ടോ അത് സാധ്യമാക്കുന്നതിൽ ഇസ്ലാമിക് പ്രസ്ഥാനം നിർവഹിച്ച കഴിഞ്ഞ പതിറ്റാണ്ടുകളിലും നൂറ്റാണ്ടുകളിലും നിർവഹിച്ച ചരിത്രപരമായ ദൗത്യം അത് അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തത് ഈ നാട്ടിലുള്ള പൊതുസമൂഹമാണ്, ചരിത്രകാരന്മാരാണ്, സാമൂഹിക വീക്ഷകന്മാരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, വിദ്യാഭ്യാസ വിചക്ഷണരാണ്. മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ മതവിശ്വാസികളെന്നോ നിരീശ്വരവാദികളെന്നോ വ്യത്യാസമില്ലാത്ത ഈ നാട്ടിന്റെ സകലങ്ങളും ഈ നാടിന്റെ ഉപസഭാകളും കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ള ഈ നാട്ടിലുള്ള ആളുകളാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. ഈ പ്രസ്ഥാനം പ്രധാനമായും രണ്ട് രീതികളിലാണ് ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന്, ഈ പ്രസ്ഥാനം തൗഹീദ് പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഈ പ്രസ്ഥാനത്തെ അടുത്തു നിന്നും ദൂരെ നിന്നും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പറയുന്നത്, അംഗീകരിക്കുന്നത്, നിരന്തരമായി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വസ്തുത മുജാഹിദിനോട് പറയാനുള്ളത് തൗഹീദിനെ കുറിച്ചാണ്. ഇവർക്ക് മരണപ്പെട്ടവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
സമ്മാനിക്കാനുള്ളത്. നാട്ടുകാർ നിയമനേറ്റിട്ടുള്ള നേർച്ചകളും ചന്ദനക്കുട നേർച്ചകളും അതല്ലാത്ത രൂപത്തിലുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിമർശിക്കലാണ് ഇവരുടെ പണി. ഇവർ ശ്മശാന വിപ്ലവത്തിന്റെ ആളുകളാണ്. ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദർശ മേഖലകളാണ് എന്നത് ഈ നാട്ടിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിലനിർത്തി പലപ്പോഴും അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് ഒരു ആദർശം എന്ന നിലയ്ക്ക് തങ്ങളുടെ നിലനിൽപ്പിന്റെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ജീവോപകാരത്തിന്റെ കാരണം എന്ന് പറയാനുള്ളത് ലോകത്ത് നടന്നു വന്ന പ്രവാചകന്മാർ വിശദീകരിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ യാഥാർത്ഥ്യമായ ആദർശം വിളംബരം ചെയ്യലാണ് എന്നതാണ്. മുസ്ലിം പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിക്കാനുള്ളത് ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവോ, അവനോട് മാത്രമേ സഹായികൾ ചോദിക്കാവോ. ഇസ്തിഗാസയായാലും തപസ്സിലായാലും പുസ്തകമായാലും നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് നിങ്ങൾ തേടേണ്ടത്, നിങ്ങൾ യാത്രേണ്ടത്, നിങ്ങൾ സഹായം തേടേണ്ടത് ഏകനായ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ എന്നാണ് മുജാഹിദുകൾ ഒരു നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ വഹദാനിയത്ത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ബോധപ്പെടുത്തപ്പെടുത്തുകയും ആ വഴികളിലേക്ക് ഈ സമൂഹം കടന്നിടണമെന്ന് ആർജനത്തോടെ ഭയപ്പെടുത്തുകയുമില്ലാതെ സാമൂഹ്യമായ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ മഹല്ലുകളുടെ ഊർജ്ജങ്ങളും ഭീഷണികളും വകവെക്കാതെ ഈ നാട്ടിലുള്ള ഏതെങ്കിലും വിഭാഗങ്ങളുടെ അനിഷ്ടമുണ്ടാകുന്നതിനും പരിഗണിക്കാതെ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നിർവഹിച്ചവരും കൃത്യമായ ആദർശ പ്രബോധനം എന്ന ആ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടുകളിലുള്ള മുജാഹിദ് പള്ളികൾ പലതും മസ്ജിദ് തൗഹീദ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. തൗഹീദിനെ കുറിച്ചും അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ചും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചും പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ കുറിച്ചുമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എന്നത് ഈ പ്രസ്ഥാനത്തിന്റെ അജണ്ടകൾ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിന് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ നാട്ടിലുള്ള ആളുകൾക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് എന്നത് നാം സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ മേഖല മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ സമൂഹത്തിൽ നടന്നിരിക്കുന്ന ചില പരിവർത്തനങ്ങൾ. ആ പരിവർത്തനങ്ങളെയാണ് നവോത്ഥാനം എന്ന് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കപ്പെടുത്താറുള്ളത്. ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മുജാഹിദുകൾ തങ്ങളെ കുറിച്ച് ആളുകൾക്കിടയിൽ ഒരു നല്ല കണ്ട സമയമാണ് വേണ്ടി ഞങ്ങളാണ് നവോത്ഥാനക്കാർ, ഞങ്ങളിൽ നിന്ന് നവോത്ഥാന നായകന്മാരായ നവോത്ഥാനത്തിന്റെ ഇതിഹാസവാഹകളായി ഞങ്ങളെ പരിഗണിക്കണമെന്ന് ഈ നാട്ടിലുള്ള ഒരാളുകളെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തെ ഭേദമായ ആവശ്യമായി പറയാറില്ല. മറിച്ച് കേരളത്തിലുള്ള ഇസ്ലാമിക പ്രവർത്തകർ ഇവരാണ് നവോത്ഥാനത്തിന്റെ വക്താക്കൾ. ഘടിക്കപ്പെട്ട കാലത്ത് രോഗങ്ങൾ വന്നാൽ തങ്ങളുടെ പിന്നാലെ ജാറങ്ങളുടെ പിന്നാലെ കടന്നുപോകുന്ന സമൂഹത്തോട് വൈദ്യസഹായം സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്തത് രാഷ്ട്രീയ വിഷയങ്ങളിൽ അനാഥിപത്യത്തിന്റെ നിലപാടുകൾ സ്വീകരിച്ച ഒരു സമൂഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ബന്ധങ്ങൾ കൊടുത്തത് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനകരമായ അസ്തിത്വത്തിന്റെ ഏതൊക്കെ അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചാലും ആ വഴികളിലേക്ക് മലയാളി മുസ്ലിം സമുദായത്തിൽ നടന്നു കയറാനുള്ള ചവിട്ടുപടികൾ ആരാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ മുജാഹിദുകളല്ലാത്ത ആളുകൾക്ക് പോലും പറയാൻ സാധിക്കും അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ സംഭാവനയായിരുന്നു എന്നത്. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇന്ത്യ രാജ്യത്തുള്ള കേരളത്തിലുള്ള ഇതര മുസ്ലിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മലയാളി മുസ്ലിങ്ങളുടെ അഭിമാനകരമായ അസ്തിത്വം, മലയാളി മുസ്ലിങ്ങൾക്കുള്ള വ്യതിരിക്തമായ അസ്തിത്വം, മലയാളി മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തടസ്സമായി ലിബറൽസിന്റെ നടപ്പാക്കൾ യാതൊരു നാമവുമില്ലാതെ സാന്ത്വനമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലുള്ള പല ആളുകൾക്കും അതിൽ ഏതാണെന്ന് പറയാൻ, പ്രതികരിക്കാൻ, വിമർശിക്കാൻ, പരിഹരിക്കാൻ
ദുരന്തമുണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. കാരണം റിനൈസൻസ് എന്ന ഇംഗ്ലീഷ് പദത്തെ കേട്ടു തുടങ്ങിയത് 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ലോകത്തെ പിടിച്ചു കുലുക്കിയ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് റിനൈസൻസ് എന്ന പദത്തെ കുറിച്ച്, അതിന്റെ ആശയ ഗർഭമായ അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ആധുനിക ലോകം ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. 1789 മുതൽ 1799 വരെ ഫ്രാൻസിൽ ഒരു കൊടുങ്കാറ്റ് കണക്കെ നടന്ന ഒരു ലഹള, ഫ്രാൻസിന്റെ മണ്ണിൽ ഒരു കൊടുങ്കാറ്റ് കണക്കെ നടന്ന ഒരു വിപ്ലവം. ആ വിപ്ലവത്തിന്റെ 10 വർഷം ദൈർഘ്യമുള്ള വിപ്ലവത്തിന്റെ അലയൊലികൾക്ക് ശേഷമാണ് ലോകം റിനൈസൻസിനെ കുറിച്ച് ചർച്ച ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ പുതിയ കാലഘട്ടത്തിലെ ഒരു പദവുമായി 6-ാം നൂറ്റാണ്ടിന്റെ മതത്തെ ചേർത്ത് വായിക്കുമ്പോൾ അതിന്റെ കണക്ഷൻ എവിടെയാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ലോകത്തിന് പരിചയമുള്ള നവോത്ഥാനം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമുള്ളതാണ്. ആ 18-ാം നൂറ്റാണ്ടിന് ശേഷം ഫ്രാൻസിലാണെങ്കിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇങ്ങ് കേരളത്തിലാണെങ്കിലും റിനൈസൻസ് എന്ന പദവുമായി ബന്ധപ്പെട്ട സാമൂഹികമായ പരിഷ്കരണങ്ങളും നവീകരണങ്ങളും പരിവർത്തനങ്ങളും 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ആധുനിക ചരിത്രം എന്ന നിലക്ക് നമ്മൾ വായിക്കുന്ന ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹിസ്റ്ററി പാഠമാണ്. ആ ഹിസ്റ്ററി പാഠത്തിന്റെ ഭാഗമായി റിനൈസൻസിനെ കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഉള്ളടക്കമുണ്ട്. ലോകത്ത് മതസമൂഹത്തിനെതിരെ, മതങ്ങൾക്കെതിരെ നടന്ന പ്രതിഷേധമായിരുന്നു ലോകത്ത് നടന്ന ഓരോ റിനൈസൻസുകളും. ലോകത്ത് നടന്ന ഓരോ നവോത്ഥാനങ്ങളും അതത് കാലഘട്ടത്തിലുള്ള മതസമൂഹത്തിന്റെ വീക്ഷണങ്ങൾക്ക് എതിരായി നടന്ന നീക്കങ്ങളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം പരിശോധിക്കുക. ഒരു സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ചൂഷണങ്ങൾക്കെതിരെ നടന്ന ആ പ്രതികാര പ്രവർത്തനങ്ങൾ, ആ ചൂഷണങ്ങൾക്കെതിരെ നടന്ന സ്വാഭാവികമായ ഒരു പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറിയുടെ ഫലമായി ഫ്രഞ്ചിലുണ്ടായിരുന്ന കത്തോലിക്ക സഭയിൽപ്പെട്ട 30,000 പുരോഹിതന്മാരായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൽ നാടുകടത്തപ്പെട്ടത്. നൂറുകണക്കിന് ക്രൈസ്തവ പുരോഹിതന്മാരായിരുന്നു ക്രൂരമായി കിരാതമായി കൊല ചെയ്യപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് ബാക്കി വെച്ച ചില പ്രമേയങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രാറ്റേണിറ്റി പോലെ, ഇക്വാളിറ്റി പോലെ, ലിബർട്ടി പോലെയുള്ള ആശയങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി ലോകത്ത് ബാക്കിയുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായത്? ആ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ആശയങ്ങൾ എങ്ങനെയാണ് കടന്നു വന്നത് എന്ന ആ ചരിത്രത്തെ കുറിച്ച് ചരിത്രവായന നടത്തുമ്പോഴാണ് അവിടെയുള്ള ഒരു പൗരോഹിത്യം പ്രതിപക്ഷ സ്ഥാനത്തും ആ പൗരോഹിത്യത്തിനെതിരെയുള്ള നവോത്ഥാന നീക്കങ്ങളെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിന്റെ മണ്ണിൽ 3 വിഭാഗം ആളുകളായിരുന്നു ഉണ്ടായത്. ഒന്ന് അവിടുത്തെ അധികാരവർഗമായ പ്രഭുക്കൾ, 2 ആ പ്രഭുക്കളോട് തോളോട് തോൾ ചേർന്ന് നിന്നിരുന്ന അവിടുത്തെ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർ, 3ാമത്തേത് അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ. അതിൽ ഈ സാധാരണക്കാരായ ആളുകളെ നിരന്തരമായി മതത്തെ മറയാക്കി പ്രഭുക്കളും പുരോഹിതന്മാരും ചൂഷണം ചെയ്യുകയുണ്ടായി. അവർക്ക് മനുഷ്യത്വപരമായ യാതൊരു രൂപത്തിലുമുള്ള അസ്തിത്വവും വകവെച്ച് കൊടുക്കാത്ത സാഹചര്യമുണ്ടായി. അവിടുത്തെ ജയിലറകളിലും അവിടുത്തെ പൊതുയിടങ്ങളിലും നികുതിയുടെ പേരിലും ശിക്ഷകളുടെ പേരിലും മതത്തിന്റെ പേരിലുള്ള പല രൂപത്തിലുള്ള ശക്തമായ ആ ഒരു ചൂഷണ വ്യവസ്ഥകളുടെയും പേരിൽ ആ നാട്ടിലുള്ള ആളുകൾ വീർപ്പുമുട്ടി പ്രയാസപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ആ പൗരോഹിത്യ നീക്കങ്ങൾക്കെതിരെ, പ്രഭുക്കളുടെ ദുഷ്ടമായ കിരാത പ്രവർത്തനങ്ങൾക്കെതിരെ, മതത്തിനെതിരെ ആ സമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും റിനൈസൻസ് എന്ന പദത്തെ കുറിച്ച് അത് മതങ്ങളുടേതല്ല, മതങ്ങൾക്കെതിരായ നീക്കമാണ് എന്ന നിലയ്ക്ക് പലപ്പോഴും വിശദീകരിക്കാറുള്ളത്. ഏതായിരുന്നാലും ആ റിനൈസൻസിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രാറ്റേണിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി പോലെയുള്ള കാര്യങ്ങൾ ലോകം വായിക്കാനും ഉൾക്കൊള്ളാനും തുടങ്ങിയത്. മനുഷ്യർക്കിടയിൽ സമത്വം വേണം, മനുഷ്യർക്കിടയിൽ സാഹോദര്യം വേണം, മനുഷ്യർക്കിടയിൽ തുല്യനീതി വേണം. എല്ലാ മനുഷ്യരെയും മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ ഒരു ഹ്യൂമനായി പരിഗണിക്കണം. അവിടെ ഉച്ചനീചത്വങ്ങൾ പാടില്ല, അനീതിയും അന്യായവും പാടില്ല
എന്ന ഒരു സാഹചര്യവും സങ്കല്പവും ആധുനിക തലമുറ ചിന്തിച്ചു തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവമെന്ന ലോകം റിനൈസൻസ് എന്ന നവോത്ഥാനമെന്ന ആശയത്തെ ചർച്ച ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് ദേശരാഷ്ട്ര സങ്കല്പങ്ങൾ ഉണ്ടായത് എന്നും രാജ്യങ്ങൾ ഉണ്ടായതെന്നും പൗരന്മാരുണ്ടായതെന്നും പൗരന്മാർക്ക് അവകാശമുണ്ടായതെന്നും ആ റിനൈസൻസിന്റെ ചരിത്രം എന്ന നിലയ്ക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ വിഷയങ്ങളെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ചൂഷണങ്ങൾക്കെതിരെയാണ് നവോത്ഥാനം നടന്നത്. ലിബർട്ടിക്ക് വേണ്ടിയാണ് നവോത്ഥാനം ഉണ്ടായത്. ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ് നവോത്ഥാനം ഉണ്ടായത്. ഫ്രാറ്റേണിറ്റിക്ക് വേണ്ടിയാണ് നവോത്ഥാനം ഉണ്ടായതെങ്കിൽ ലോകത്ത് 18-ാം നൂറ്റാണ്ടിന്റെ പിറകോട്ട് കടന്നുപോയാൽ 6-ാം നൂറ്റാണ്ടിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ലോകത്തുള്ള മുഴുവൻ സമൂഹത്തിനും വകവെച്ചു കൊടുത്ത മനുഷ്യാവകാശ സങ്കല്പങ്ങളുടെ ഉന്നതമായ സൗന്ദര്യാത്മകമായ ചരിത്ര യാഥാർത്ഥ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്ത് നടന്ന നവോത്ഥാനങ്ങൾ മനുഷ്യത്വത്തിന് വേണ്ടിയായിരുന്നു. ഞങ്ങളെ മനുഷ്യരായി പരിഗണിക്കണം, ഞങ്ങൾക്ക് തുല്യത നൽകണം, ഞങ്ങൾക്ക് മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കുവാനും ശ്വസിക്കുവാനും ജോലി ചെയ്യാനും സഞ്ചരിക്കുവാനും പഠനം നടത്തുവാനും ഞങ്ങൾക്ക് അവസരം വേണം. ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഞങ്ങളുടെ വർണ്ണത്തിന്റെ വർഗത്തിന്റെ പേരിൽ ഞങ്ങളെ മാറ്റി നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് നവോത്ഥാനം നടന്നത് എങ്കിൽ ആ നവോത്ഥാനം 6-ാം നൂറ്റാണ്ടിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനവും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും മാനവതയുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ റിനൈസൻസ് പരിശോധിക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ ആ നവോത്ഥാന ചരിത്രങ്ങൾ കാണുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ ജീവിച്ചിരുന്ന രാജാറാം മോഹൻ റോയ് എന്ന ഒരു വ്യക്തിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കും. രാജാറാം മോഹൻ റോയ് പ്രവർത്തിച്ചിരുന്നത് ഹൈന്ദവ സമൂഹത്തിലെ പൗരോഹിത്യത്തിന്റെ തിട്ടൂരത്തിന്റെ ഭാഗമായി ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന സതി എന്ന സമ്പ്രദായത്തിനെതിരെ, സതി എന്ന ദുരാചാരത്തിനെതിരെയുള്ള ശക്തമായ സാമൂഹിക മുന്നേറ്റമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നവോത്ഥാനവും മതസമൂഹത്തിൽ പുരോഹിതന്മാരാൽ സംരക്ഷിക്കപ്പെട്ട ചില ചടങ്ങുകൾക്ക്, ചില നിലപാടുകൾക്കെതിരെയുള്ള സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. എങ്ങനെയാണ് ഒരു ഹൈന്ദവ വിശ്വാസിയായ രാജാറാം മോഹൻ റോയ് മനുഷ്യത്വത്തിനു വേണ്ടി, സ്ത്രീകളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി സംസാരിക്കുവാനുള്ള അദ്ദേഹത്തിന് അതിനാവശ്യമായ ആശയ അടിത്തറ ലഭിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് രാജാറാം മോഹൻ റോയ് എന്ന ഇന്ത്യക്കാരൻ, ഹിന്ദു, വെസ്റ്റ് ബംഗാളിൽ ജീവിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിന് പല ഭാഷകളിലും പ്രാവീണ്യമുണ്ടായിരുന്നു. അറബി ഭാഷയിലും സാംസ്കൃത് ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. അന്ന് ലഭ്യമായ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളും അന്ന് ലഭ്യമായ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ അത് വായിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിലുള്ള മനുഷ്യത്വത്തെക്കുറിച്ച്, ലോക ജീവിതങ്ങളെ ബാധിക്കുന്ന തത്വജ്ഞാനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടിരുന്നു എന്ന് കാണാം. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുക. 1803 രാജാറാം മോഹൻ റോയ് ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിന്റെ പേര് തുഹ്ഫത്തുൽ മുവഹിദീൻ എന്നാണ്. നാം വീണ്ടും കേൾക്കണം. ഹിന്ദുവായ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഇന്ത്യക്കാരനായ ഒരു വ്യക്തി രചിച്ച പുസ്തകത്തിന്റെ പേര് തുഹ്ഫത്തുൽ മുവഹിദീൻ എന്നാണ്. തുഹ്ഫത്തുൽ മുവഹിദീൻ എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നാണ്. ആ പുസ്തകത്തിന്റെ പേര് അറബിയിലാണ്, അതിന്റെ ആമുഖം അറബിയിലാണ്, അതിന്റെ ഉള്ളടക്കം പേർഷ്യൻ ഭാഷയിലാണ്. മനുഷ്യ സമൂഹം ബിംബങ്ങൾ ആരാധിക്കുന്നതിന് പകരം, അതേപോലെയുള്ള പ്രതിമകളുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നതിന് പകരം സൃഷ്ടാവായ സംരക്ഷകനായ ഏകനായ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ വണങ്ങാവൂ, സൃഷ്ടിപൂജകൾ വിഗ്രഹപൂജകൾ പാടില്ല എന്ന ചിന്താഗതികൾ പോലും ഉണ്ടായിരുന്ന ഏകദൈവ വിശ്വാസത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വിളംബരം ചെയ്യാൻ പരിശ്രമിച്ചിരുന്ന ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന് ചരിത്രത്തിൽ കാണാം. ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത് ഒറ്റ പോയിന്റ് ആണ്. സമൂഹം അനുഭവിച്ച പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സതി പോലെയുള്ള സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ഭർത്താവ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ശരീരം കത്തിയെരിയുന്ന ചിതയിലേക്ക് തന്റെ മനസ്സില്ലെങ്കിലും തന്നെ വലിച്ചഴച്ച് ജീവനോടെ
ഭാര്യയുടെ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ വെച്ച് തനിക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യം സവർണ സമൂഹത്തിൽ പോലും നിറഞ്ഞു നിന്ന കാലത്താണ് പൗരോഹിത്യം സംരക്ഷിച്ച അത്തരത്തിലുള്ള കിരാതമായ ചൂഷണങ്ങൾക്കെതിരെയാണ് സാമൂഹ്യമായ ഒരു നവോത്ഥാനം സംഭവിക്കുന്നത്. അവിടെയും നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു നവോത്ഥാനം ഉണ്ടായത്. മനുഷ്യനായി ജീവിക്കുന്നതിനു വേണ്ടിയായിരുന്നു നവോത്ഥാനം ഉണ്ടായത് എന്നാണ്. അത് ഇന്ത്യ രാജ്യത്തിൽ 1800കളിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായിരുന്നില്ല. വർഷം മുന്നോട്ട് പോകുന്നു. 1931 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഡോക്ടർ BR അംബേദ്കറുമായി നടത്തുന്ന സംഭാഷണങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രങ്ങളിൽ ലിഖിതമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജ്യത്തിൽ ആ കാലഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ ബ്രിട്ടീഷുകാരന്റെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതേപോലെ വിമോചന സമരങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയുമാണ്. ഒരേ സമയം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതേസമയം ബ്രിട്ടീഷ് രാജ്യത്തിന്റെ കീഴിൽ ഉദ്യോഗസ്ഥനായി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ എന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയായ ദളിത് സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന തൊലി നിറമില്ലാത്ത BR അംബേദ്കറോട് മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്. നിങ്ങൾ ഈ ഒരു ഉദ്യോഗസ്ഥനായി കടന്നു പോകുമ്പോൾ താങ്കളുടെ ഈ തൊഴിൽ ഈ രാജ്യത്തിന്റെ വിമോചനത്തെ പിന്തിപ്പിക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ പിന്തിപ്പിക്കും. അതുകൊണ്ട് താങ്കൾ പുനരാലോചന നടത്തണം എന്ന് ദളിതനായ ഡോക്ടർ BR അംബേദ്കറോട് പറയുമ്പോൾ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഗാന്ധിജി, ഐ ഹാവ് നോ ഹോംലാൻഡ്. ഗാന്ധി, താങ്കൾ ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവാദമില്ലാത്ത ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തോട് ഏത് ഹോംലാൻഡിനെ കുറിച്ചാണ് താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മക്കളെ പൊതുവിദ്യാലയത്തിൽ പറഞ്ഞയക്കാൻ അനുവാദമില്ലാത്ത ഈ രാജ്യത്ത് ഏത് മാതൃരാജ്യത്തെ കുറിച്ചാണ് താങ്കൾ ഞങ്ങളോട് സംസാരിക്കുന്നത്? wherein we are treated worse than cats and dogs, wherein we cannot get water to drink. ഇവിടത്തെ തെരുവുനായയുടെ പോലും വിലയില്ലാത്ത, ഒരു പൂച്ചയുടെ പോലും വിലയില്ലാത്ത ഈ സാധുക്കളായ ആളുകളോട് ഏത് ഹോംലാൻഡിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് എന്ന് വികാരഭരിതനായി ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന, ഈ സമൂഹത്തിൽ ജീവിച്ചിരുന്ന, ഈ സമുദായത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിരുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ പ്രശ്നമായിരുന്നു എന്ന് നാം കാണുകയാണ്. ദളിതനെ ഒരു മനുഷ്യന് അവരുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി, നാണം മറക്കുന്നതിന് വേണ്ടി തന്റെ ഖജനാവിൽ നിന്ന്
മതത്തിന്റെ പേരിൽ ആളുകൾ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ, സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു ചരിത്രപരമായ ദൗത്യത്തിന് പ്രവാചകൻ കടന്നു വരുമ്പോൾ പ്രവാചകൻ നിറത്തിന്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തിയില്ല. കഅബാലയത്തിന്റെ ഉച്ചയിൽ കയറി ബിലാൽ ഇബ്നു റബാഹ നടത്തിയിട്ടുള്ള ആ ബാങ്ക് വിളിയിലൂടെ ആ രാജ്യത്ത് നിലനിന്നിരുന്ന സകല ഉച്ചനീചത്വങ്ങളെയും തകർത്തെറിയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നത് ഇന്നലകളുടെ ചരിത്രമാണ്. ആ ചരിത്രവും ഇന്നത്തെ വർത്തമാനവും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ലോകത്ത് നടന്ന സകല നവോത്ഥാനങ്ങളുടെയും പ്രധാനപ്പെട്ട പ്രമേയം മനുഷ്യനായി ജീവിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കുവാൻ, സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടാകാൻ, പഠിക്കാനും ജോലി ചെയ്യുവാനും അവസരം ലഭിക്കുവാൻ മനുഷ്യർ നടത്തിയ പോരാട്ടങ്ങൾ പലപ്പോഴും പൗരോഹിത്യത്തിനെതിരായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പല ചർച്ചകളിലും മുസ്ലിം സ്ത്രീക്ക് വേണ്ടിയുള്ള കണ്ണീരുകളാണ്. കമലാ സുരയ്യ മുസ്ലിമായതിനു ശേഷം അവരനുഭവിച്ചിരുന്ന ഒരു ടോർച്ചർ, അവരനുഭവിച്ചിരുന്ന ഒരു പ്രയാസകരമായ സാഹചര്യം അവർ പങ്കുവെച്ചിരുന്നു. എന്നോട് ചിലർ പറഞ്ഞു, നീ മുസ്ലിം ആയിക്കോ, പക്ഷെ എന്തിനാ ഇങ്ങനെ മൂടി പൊതച്ച് നടക്കുന്നത് എന്നാണ്. മുസ്ലിം പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? 14 മുമ്പ് വർത്തക പ്രമാണിമാരായ സ്ത്രീകളെ നാം കാണുന്നു. ഒറ്റയ്ക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്ന, ഒരു പെണ്ണിനൊരാളെയും ഭയപ്പെടാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഉത്തുംഗതയെക്കുറിച്ച് ലോകത്തിന് വിളംബരം ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടാണ് ഈ നാട്ടിലുള്ള ആളുകൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഫ്രാൻസ് ഇന്ന് പലരും സെക്യുലർ രാജ്യമെന്ന നിലയ്ക്ക് ഉയർത്തി കാണിക്കുന്നു. 1965 വരെ ഒരു പെണ്ണിന് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഭർത്താവിന്റെ കൺസെന്റ്, അപ്രൂവൽ നിർബന്ധമായ ഒരു കാലഘട്ടം 10-60 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഫ്രാൻസിന്റെ മണ്ണിലുണ്ട്. 1800കളിലാണ് മിസിസിപ്പിയിലും ന്യൂയോർക്കിലും പെണ്ണിന് സമ്പാദിക്കാനും സ്വത്ത് കൈവശപ്പെടുത്താനും മരണപ്പെട്ട മാതാപിതാക്കളുടെ സ്വത്തിന് അവകാശം ഉപയോഗപ്പെടുത്തുവാനും അത് തന്റെ പേരിൽ സൂക്ഷിക്കുവാനും ചെലവഴിക്കുവാനും അനുവാദം ലഭിക്കുന്നത്. ലോകത്തിന് പരിചയമുള്ള റിനൈസൻസ് 18-ാം നൂറ്റാണ്ടിന് ശേഷമാണെങ്കിൽ അതിനേക്കാൾ വലിയ നവോത്ഥാനം 14 മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. അതെങ്ങനെ സാധിച്ചു? കുല്ലുകും മിൻ ആദം വ ആദം മിൻ തുറാബ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു തുടങ്ങിയ ഒരു വാചകമുണ്ട്. യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബകും വാഹിദ്. എന്റെയും നിങ്ങളുടെയും റബ്ബ് ഏകനായ അല്ലാഹുവാണ്. എന്നെ പടച്ചത്, നിങ്ങളെ പടച്ചത് ഏകനായ അല്ലാഹുവാണ്. അതല്ലാതെ അല്ലാഹു ഞങ്ങളുടെ ദൈവം, അറബികളുടെ ദൈവം, ഖുറൈശികളുടെ ദൈവം, അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ദൈവം, ഇങ്ങനെയല്ല. ലോകത്തുള്ള 830 കോടി മനുഷ്യരുടെയും പൂർവികരായ ഓരോ സംസ്കാരങ്ങളിലും നാഗരികതകളിലും കടന്നുപോയ, ഇന്നലകളിൽ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട മണ്ണായി പോയ മുഴുവൻ മനുഷ്യരെയും പടച്ച റബ്ബ് ഏകനാണ്. അതിനുശേഷം റസൂലുള്ളാഹി പറയുന്നു, വ ഇന്ന അബാകും വാഹിദ്. നിങ്ങളുടെ ഉപ്പ ഒന്നാണ്, നിങ്ങളെല്ലാവരും ഒന്നാണ്, നിങ്ങളുടെ പരമ്പര ഒന്നാണ്, നിങ്ങളുടെ ചങ്ങലകൾ ചെന്നെത്തുന്നത് ആദം നബിയിലാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെ സാക്ഷാത്കാരം, മനുഷ്യാവകാശത്തിന്റെ സാക്ഷാത്കാരം ഏകദൈവ വിശ്വാസവുമായി കണക്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സർവരുടെയും ആദർശമാണെന്നും മനുഷ്യരെല്ലാം ഏകനായ ആദം ഹവ്വ ബീവിയുടെ മക്കളാണ് എന്ന ആ ബോധ്യം പകർന്നു കൊടുക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമേയങ്ങൾ എത്രമേൽ സൗന്ദര്യമുള്ളതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. മുജാഹിദ് പ്രസ്ഥാനം ഈ 2 കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെയുള്ള പൗരോഹിത്യം ഈ സാധാരണക്കാരന്റെ ഓരോ മേഖലകളിൽ അവരുടെ തിട്ടൂരങ്ങളുമായി കടന്നു വരുമ്പോൾ ഓരോരുത്തരുടെയും ഡിഗ്നിറ്റി അംഗീകരിക്കുന്ന, ഓരോരുത്തരുടെയും സെൽഫ് റെസ്പെക്ട് അംഗീകരിക്കുന്ന, ഓരോരുത്തരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന മനുഷ്യൻ വലഖദ് കറംനാ ബനി ആദം. മനുഷ്യനാണോ അത് മതി അവനൊരു ഡിഗ്നിറ്റി ഉണ്ടാകാൻ. നിറം നോക്കി മാറ്റി നിർത്തേണ്ടതില്ല, സോഷ്യൽ സ്റ്റാറ്റസ് നോക്കി മാറ്റി നിർത്തേണ്ടതില്ല, ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന്റെ എണ്ണം നോക്കി മാറ്റി നിർത്തേണ്ടതില്ല, അവന്റെ സൗന്ദര്യം നോക്കി മാറ്റി നിർത്തേണ്ടതില്ല, അവന്റെ സ്വാധീനം നോക്കി മാറ്റി നിർത്തേണ്ടതില്ല. എല്ലാവരെയും മനുഷ്യരായി നിങ്ങൾക്ക് കാണാൻ മനുഷ്യത്വമെന്ന മാനദണ്ഡവും ഏകദൈവ വിശ്വാസവും മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഗൗരവമായി ഈ പ്രമേയം ചർച്ച ചെയ്യുന്നത്. ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്ലാഹി പ്രസ്ഥാനം ഈ 2 തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ
പൗരോഹിത്യം, അവർക്ക് തൗഹീദുമില്ല. മനുഷ്യനെ മനുഷ്യനായി കാണാനും സാധിക്കുന്നില്ല, മനുഷ്യരെ മനുഷ്യനായി കാണാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് 1930 മണ്ണാർക്കാട് സമസ്തയുടെ വാർഷിക മുഷാവറ യോഗത്തിന്റെ പ്രമേയമായി അന്നത്തെ സമൂഹത്തോട് അവർ പറഞ്ഞത്, പെണ്ണ് എഴുതേണ്ടതില്ല, പഠിക്കേണ്ടതില്ല, സ്കൂളിൽ പോകേണ്ടതില്ല. ഈ ഉമ്മത്തിന് ഇന്ന് ഈ പ്രമേയം പരസ്യമായി പറയാൻ സമസ്തക്ക് സാധിക്കുമോ? രാഷ്ട്രീയ മേഖലകളിൽ അവരുടെ നിലപാടുകൾ ഇന്നവർക്ക് പറയാൻ സാധിക്കുമോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആർജവം ഇതാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ സംഘടിതമായി പ്രവർത്തിച്ച സമയത്ത് ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞ പ്രമേയങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം പറഞ്ഞ മതവിധികൾ, അതിൽ യാതൊരു തരിമ്പും മാറ്റമില്ലാതെ ഇന്നലകളുടെ ചരിത്രം ആർക്കും തുറന്നു വായിക്കാൻ മുജാഹിദ് പ്രവർത്തകർ സന്നദ്ധരാണ്. എന്നാൽ അതിന് ഈ നാട്ടിലുള്ള സമസ്ത തയ്യാറല്ല. കാരണം ഇന്നലകളുടെ ചരിത്രം നിങ്ങളോട് പല്ലിളിക്കുന്നുണ്ട്. ഇന്നലകളുടെ ചരിത്രം നിങ്ങൾക്കെതിരെ ശക്തമായ ചോദ്യമായി നിങ്ങളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു തറക്കുന്നുണ്ട് എന്നത് മുജാഹിദ് പ്രസ്ഥാനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൗഹീദി ആദർശവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നവോത്ഥാന പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുന്നോട്ട് പോവുക. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾ അടുത്തറിയണം, ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നവോത്ഥാനത്തിന്റെ ശബ്ദങ്ങളായി, ചലനങ്ങളായി സജീവമായി ഇടപെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്കും പ്രകടമായി വെട്ടിത്തിളങ്ങി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, കറകളഞ്ഞ തൗഹീദാണ്. അതിൽ യാതൊരു നീക്കുപോക്കുമില്ല. ഇല്ല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ അപകടം അതോട് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അത് ഖുർആനിലൂടെ, അതിൻ്റെ ആയാത്തുകളിലൂടെ കടന്നു പോകുന്ന ഒരുത്തൻ അതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാകും. താഗൂത്തിൽ മുഴുവനും അവിശ്വസിക്കണമെന്ന താഗൂത്ത് എന്നതിൽ 2 നിലക്ക് തഫ്സീർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, മാ യുഅബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവല്ലാതെ വണങ്ങുന്ന, ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന എന്തൊക്കെ ദുനിയാവിലുണ്ടോ അത് മുഴുവനും താഗൂത്താണ്. അത് മുഴുവനും അവിശ്വസിക്കണമെന്നാണ് ഖുർആൻ പറഞ്ഞത്, വിശ്വസിക്കണമെന്നല്ല. ആ അല്ലാഹുവല്ലാതെ മറ്റ് ഇതര മനുഷ്യൻ വണങ്ങുകയും അത് പൂവിട്ട് പൂജിക്കുകയും അതേപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും എല്ലാമായി കരുതി ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദാഹങ്ങളും മോഹങ്ങളും ഒക്കെ പൂണിഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാ രൂപത്തിൽ അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും അതിൽ പെടും. മലക്കുകളെയാണ് പഴയ കാലത്തൊക്കെ തിരഞ്ഞെടുത്തിരുന്നത്. ഒരു കൂട്ടർ ജിന്നിൻ്റെ പിന്നാലെയാണ് പോയത്. അതേപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന വാദം, ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന വാദം, അവിടെ നിന്നിട്ട് തുടങ്ങി മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ രൂപത്തിൽ ബിംബങ്ങളും ഈ ശിലകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ വണങ്ങുകയും അതിനോട് ഇത് മുഴുവനും താഗൂത്താണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതിൽ അവിശ്വസിക്കുകയും വയുമിൻ ബില്ലാഹ്, അല്ലാഹുവിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ വിശദീകരിച്ച് സംസാരിക്കാൻ, ഞാനിതിൻ്റെ ഈ കിക്ക് ഓഫ് കർമ്മം നിർവഹിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. കളിക്കാർ പിന്നിൽ വരുന്നുണ്ട്, അവർ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും. അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. ഒരു വിഷയം ഇത് തന്നെയാണ്, തൗഹീദ് അതിൻ്റെ ഉയർത്തി ലാ കലിമത്തില്ലാഹി തആല, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി തന്നെ അള്ളാഹുവിൻ്റെ കലിമയെ ഉയർത്തിപ്പിടിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹൽ വചനത്തിൻ്റെ ആശയവും അർത്ഥവും പൊരുളും അത് എത്രമാത്രം ആഴത്തിൽ വിശാലമായി നിൽക്കുന്നു എന്ന് ഈ സമൂഹത്തിന് വെളിച്ചം നൽകി പഠിപ്പിച്ചു കൊടുത്തത് ഇസ്ലാഹി പ്രസ്ഥാനം ഈ കേരളക്കരയിൽ വന്നിട്ടാണ്. യാതൊരു സംശയം ആ കാര്യത്തിൽ ആർക്കുമില്ല. എല്ലാവരും അതിങ്ങനെ മനസ്സിലിങ്ങനെ വിഭാവന ചെയ്ത് നിൽക്കുകയാണ്. ആ പ്രവർത്തനത്തിൻ്റെ മഹത്വവും അതിൻ്റെ മാധുര്യവുമൊക്കെ. മറ്റൊരു വിഷയം നമ്മൾ വ്യതിരിക്തമായി നിൽക്കുന്നത് പ്രവാചകന്റെ മാതൃക, സുന്നത്ത്, ഹദീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും വാക്കാലും പ്രവൃത്തിയാലും അംഗീകാരത്താലും ഒക്കെ വന്നിട്ടുള്ള അത് ദീനിൻ്റെ പ്രമാണമാണ്, രേഖയാണ്. ഒന്ന് ഖുർആനാണ്, ഒന്ന് സുന്നത്താണ്. ആ സുന്നത്ത് എത്രമാത്രം മനുഷ്യരാശിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. ചെറുതും വലുതുമായി മനുഷ്യൻ്റെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹ്യവുമായി എന്തൊക്കെ വിഷയങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ അതിലൊക്കെയും അതിന് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വളരെ നിസ്സാരമാണ് എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ വരെ
ഭംഗിയായിട്ട് റസൂൽ പഠിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ 3 ആളുകൾ യാത്ര പോവുകയാണ്, നടന്നു പോകാൻ വിചാരിച്ചോളി. അതിൽ 2 ആളിങ്ങോട്ട് മാറി നിന്നിട്ട് ഒരു സ്വകാര്യം പറയാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അതെന്താ കാരണം? ഇവരെന്ത് സംസാരിച്ചോട്ടെ 3-ാമത്തെ ആൾക്കത് വിഷമമുണ്ടാക്കും, അല്ല മനസ്സിനൊരു പ്രയാസം ഉണ്ടാക്കും. അത് എന്നെക്കുറിച്ചായിരിക്കും എന്ന് പിശാചിൻ്റെ പ്രേരണയും കൂടി ഉണ്ടായാൽ അത് അയാൾ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, അതിൻ്റെ മഹത്വം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം അങ്ങനെ പറഞ്ഞത് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊക്കെ മാതൃകയായി അള്ളാഹു റസൂലിൽ നിന്ന് വന്നിട്ടുണ്ടോ അത് മുഴുവനും നമ്മൾ മാതൃകയായിട്ട് തന്നെ സ്വീകരിക്കണം. നമ്മൾ അതാണ് പ്രമാണമായി, രേഖയായി, ദീനായി, മതമായി, ആചാരമായി നമ്മൾ കൊണ്ടു നടത്തേണ്ടത് അത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇമാം ഷാഫി റഹ്മഹുല്ല പല വിഷയങ്ങളിലും അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അത് മദ്ഹബായിട്ട് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നു. അതിൻ്റെ മത്സരവും അതേപോലെ തന്നെ കക്ഷി വഴക്കും അതേപോലെ തന്നെ മറ്റുള്ളവരുടേതിലേക്ക് അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സിൽ ഇതൊക്കെ വേറെ വിഷയമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞു വരുന്ന വിഷയത്തിൽ ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. ബാങ്കിനെ സംബന്ധിച്ച് ജുമുഅക്ക് 2 ബാങ്ക്, ആ ബാങ്കുകളെ കുറിച്ച് വിശദീകരിച്ച് വരുന്നുണ്ട്. അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹുവിൻ്റെ കാലത്തുണ്ടായി എന്നൊരു അഭിപ്രായം, അതേപോലെ തന്നെ മർവാൻ്റെ കാലത്തുണ്ടായി എന്നൊരു അഭിപ്രായം, വേറെ അഭിപ്രായം ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലത്തുണ്ടായതാണ് എന്നുള്ളത്, മറ്റൊരു അഭിപ്രായം അത് പള്ളിയിൽ നിന്നല്ല പുറത്തുനിന്നുള്ള ഒരു വിളിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരും ചങ്ങായിമാരെ നിസ്കരിക്കാൻ, സൗറ എന്ന് പറഞ്ഞ അങ്ങാടിയുടെ മുകളിൽ തലയിൽ വെച്ചിട്ടുള്ളൊരു എന്നൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 2 ആളുകൾ ആരുണ്ടാക്കി എന്ന് കൃത്യപ്പെടാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യുഹുമാ ഖാന, അവരാരുണ്ടാക്കട്ടെ, ഫല്ലംറുല്ലദി അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് എന്താണോ നടന്നത് അതാണ് എനിക്കിഷ്ടം, അവിടെയാണ് എൻ്റെ താല്പര്യം, ഞാൻ അതിഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ജുമുഅക്ക് റസൂലിൻ്റെ കാലത്ത്. പല വിഷയങ്ങളും അങ്ങനെ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, നേരത്തെ ഈ സ്ത്രീ സമൂഹത്തെ അവർക്ക് ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ പാവനമായ പവിത്രമായ സ്ഥാനമാനങ്ങൾ വെച്ച് കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അതും ആർക്കും സംശയമില്ല, സംശയിക്കേണ്ട വിഷയം അതിലില്ല. പലരും അവകാശവാദമൊക്കെ ഉന്നയിച്ചു വരും, അവരോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കൂ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കല്ല, ഞാൻ പെട്ടെന്ന് നിർത്തും. ഈ സ്ത്രീകൾ പള്ളിയുടെ ഉള്ളിൽ വച്ചോ പുറത്തു വച്ചോ സംഘടിപ്പിക്കപ്പെടുന്ന ജമാഅത്തുകളിൽ അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, അവർ വന്നിരുന്നു, പങ്കെടുത്തിരുന്നു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഈ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് ഒരു വാദമുണ്ട്, സുബഹി നമസ്കാരം അല്പമൊക്കെ ഒന്ന് പ്രകാശം പരത്തുന്നതോടുകൂടി ഇരുട്ടിൽ തന്നെ നിസ്കരിച്ചോളുന്നില്ല എന്ന ഒരു വാദം അതിൻ്റെ അഭിപ്രായക്കാർക്ക്, ആ മദ്ഹബിൻ്റെ ആളുകൾക്കുണ്ട്. അവരോട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ന്യായവാദം നടത്തുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. അതിന് മുമ്പിൽ കൊടുക്കുന്ന ഹദീസ് കാര്യങ്ങൾ, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യഷ്ഹദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്തൽ ഫജ്രി മുതലഫിയാത്തി ബിമുറൂതിഹിന്ന സുമ്മ യർജഉന ഇലാ ബുയൂതിഹിന്ന ഫലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഗലസി എന്നാണ് ഹദീസ്. ഇത് 1-2 വാക്ക് വിട്ടുപോയിട്ടോ എന്നുള്ളതിൻ്റെ ഒരു സംശയമുണ്ട്. ഏതായിരുന്നാലും അതാണ് അദ്ദേഹം പറയുന്നത്. സ്ത്രീകൾ ഈ മൂടുപടമൊക്കെ ധരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൂടെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് പങ്കെടുത്തിരുന്നു. എന്നിട്ട് അവർ സുമ്മയങ്കലിബിൻ ഇലാ ബുയൂതിഹിന്ന വീടുകളിലേക്ക് തിരിച്ചു പോകും. ഫലാ യഅരിഫുഹുന്ന അഹദുൻ മിനൽ ഗലസി, ഇരുട്ട് കൊണ്ട് ഒരുത്തനും അവരെ തിരിച്ചറിയില്ല. നമസ്കാരം റസൂലിന്റെ കൂടെ പള്ളിയിൽ നിർവഹിച്ചിട്ട് വീട്ടിൽ പോയി കയറിയിട്ടും ഇരുട്ട് മാറിയിരുന്നില്ല, വെളിച്ചം പരത്തിയിരുന്നില്ല. അങ്ങനെ അവർ സുബഹിക്ക് വരെ വന്നിരുന്നു എന്നതിന് തെളിവ് മാത്രമല്ല, ഈ ഹദീസ് വെച്ചിട്ടാണ് അബൂ ഹനീഫയുടെ ഈ വാദത്തെ തകർക്കാൻ വേണ്ടി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ശ്രമിക്കുന്നത്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? ശരിയല്ല, ഇരുട്ട് അവർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടും ഇരുട്ട് മാറിയിട്ടില്ല, വെളിച്ചം പരന്നിട്ടില്ല. അപ്പോൾ പിന്നെ വെളിച്ചം പരന്നിട്ട് സുബഹിസ്കരിച്ചാൽ മതി എന്നുള്ള വാദം തട്ടണം എന്ന അഭിപ്രായം. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ ഉസ്മാൻ അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ സഖീഫ ഗോത്രത്തിലേക്ക് റസൂലുള്ളാഹി ഇമാമായിട്ട് പറഞ്ഞയക്കുകയാണ്. അവിടെ കൊടുത്തൊരു ഉപദേശമുണ്ട്, ഉസ്മാനെ, നീ എവിടെ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഉമ്മന്നാസബി അൽഅഫിഹിം, ദുർബലരെ പരിഗണിച്ചുകൊണ്ട് നീ ഇമാമ് നിൽക്കണം. ബാക്കിൽ
അതിന് കാരണം പറഞ്ഞു റസൂലുള്ളാഹി ഫഇന്ന ഫീഹിമുൽ ലഈഫ വദൽ ഹാജ വൽ ഹാമില വൽ മുർളിഅ. കാരണം അവരുടെ കൂട്ടത്തിൽ ലഈഫ് ഉണ്ടാകും, ദുർബലരുണ്ടാകും, രോഗവും ക്ഷീണവും പ്രയാസമുള്ളവർ ഉമൂമികളുടെ കൂട്ടത്തിലുണ്ടാകും. അതേപോലെ തന്നെ വദൽ ഹാജ, വലിയ തിടുക്കക്കാരുണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങാടിയിലേക്കും ഹോസ്പിറ്റലിലേക്കും മരുന്ന് വാങ്ങാനും വീട്ടിലും ഒക്കെ തിരക്കുള്ളവരുണ്ടാകും. വൽ ഹാമില വൽ മുർളിഅ, ഗർഭിണിയും ഉണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന ഉമ്മമാരും ഉണ്ടാകും, സ്ത്രീകളും ഉണ്ടാകും. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അപ്പം അതുകൊണ്ട് എന്ത് മനസ്സിലായി? അവസാനം പറഞ്ഞ ഈ രണ്ട് വിഷയം ആർക്കുള്ളതാണ്? അത് സ്ത്രീകൾക്കുള്ളതാണ്. ഇതൊക്കെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഇതൊക്കെ ഈ സഹോദരിമാർക്ക് പള്ളി പോയ സുദ്ദൂന അൻ സബീലില്ലാഹ് വഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ എന്ന് ഖുർആനിൽ ഒരു ആയത്തുണ്ട്. യൂത ക്രൈസ്തവ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ഒരു പരാമർശം. അവർ ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഭക്ഷിക്കുന്നു. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുകയും ചെയ്യുന്നു. ഈ തടയുന്ന പ്രവർത്തനം ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുമെന്നർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ചര്യയുണ്ടല്ലോ, അത് ചെറുതും വലുതുമായ മഹത്തരമായ എന്തൊരു വിഷയത്തിൽ റസൂൽ ഏത് പശ്ചാത്തലത്തിൽ ആ കാര്യം പറഞ്ഞോ അതൊക്കെ മനസ്സിലാക്കും. അതിൽ നല്ല മാധുര്യമുണ്ടാകും. ഓ, ആ രംഗത്ത് റസൂൽ അത് പറഞ്ഞില്ലേ, എല്ലാ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത്രമാത്രം മഹത്തരമായ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ നെഞ്ചിലേറ്റാൻ ഉള്ളവരാണ് നമ്മൾ എന്ന ഒരു അഭിമാന ബോധം നമുക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റു പ്രഭാഷണങ്ങൾക്കും അതുപോലെ തന്നെ വിശദീകരണങ്ങൾക്കൊക്കെ വഴിമാറി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ ഹൃദ്യമായി നവോത്ഥാനം പ്രവാചക മാതൃകയിലൂടെ എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രൗഢമായി സംസാരിക്കുകയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത കേന മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ മദനി മരുതക്ക് കൃതജ്ഞത അറിയിക്കുന്നു. സമ്മേളനത്തിൽ എത്തിച്ചേർന്ന പ്രതിനിധികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇൻഷാ നമസ്കാരം നമ്മുടെ സമ്മേളനത്തിന് ശേഷമായിരിക്കും നമ്മൾ പള്ളിയിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അടുത്തതായി അസ്സലാമു അലൈക്കും സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ഇനി സലാഹുദ്ദീൻ സാഹിബ് സംസാരിക്കാനുണ്ട്. അദ്ദേഹമാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ പ്രവർത്തകരുടെ വളരെ ശ്രമകരമായ ജോലി കൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പെട്ടെന്നാണ് ഇതൊക്കെ തീരുമാനം ഉണ്ടാകുന്നു, പെട്ടെന്ന് സംഘടിപ്പിക്കുന്നു. സാമ്പത്തികമായി വലിയ പരാധീനത ഇല്ലെങ്കിലും വലിയ വിശാലതൊന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ അതിൻ്റെ സമയത്ത് ബക്കറ്റ് വരുമ്പോൾ 500-ൽ കൂടാതെയും 100-ൽ കുറയാതെയും ഒരു സംഖ്യ എല്ലാവരും ഇട്ട് കൊടുത്താൽ നമുക്ക് വലിയ ബാധ്യത ഇല്ലാതെ ഈ സംഗതി നടന്നു പോകും. ഇൻഷാ അല്ലാഹ് നിസ്കാരം ബാങ്ക് കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഒന്ന് പോയിട്ട് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുക എന്നുള്ള ദയവ് ചെയ്ത് അങ്ങനെ സംഗതി ഉണ്ടാക്കരുത്. ഈ പരിപാടിക്ക് ശേഷം എല്ലാവരും കഴിയുന്ന ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. പ്രവർത്തകർ വരുന്ന സമയത്ത് നിങ്ങൾ കാര്യമായി ആ സംഗതി പരിഗണിക്കുക എന്നറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാ നല്ല പരിപാടികളും ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലവും ഭംഗിയുമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഖുർആൻ പഠിതാക്കളുടെ ഹൃദ്യമായ സംരംഭമായ വെളിച്ചം നിലമ്പൂർ മണ്ഡലം പഠിതാക്കളുടെ സംഗമവും അവാർഡ് ദാനവും പ്രോഗ്രാമിന്റെ പ്രഖ്യാപന ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രഖ്യാപന ചടങ്ങിലേക്ക് ഏവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു. പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി കേനം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ മദനി മരുതയെയും ISMന്റെ മണ്ഡലം ഭാരവാഹികളെയും ക്ഷണിക്കുന്നു.
മെയ് 25-ാം തീയതി നിലമ്പൂർ വളവിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തപ്പെടുന്നത്. നമ്മുടെ മണ്ഡലത്തിലെ ബാലവെളിച്ചം പഠിതാക്കൾ പൂർണ്ണമായും ഈ യോഗത്തിലേക്ക് എത്തിച്ചേരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി തൗഹീദ് മനുഷ്യത്വത്തിന്റെ രക്ഷാകവചം വിഷയത്തെ മുൻനിർത്തി നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി പ്രഗത്ഭ പണ്ഡിതൻ സലാഹുദ്ദീൻ ഷുഹരിയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله وأشهد أن محمدًا عبده ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അവൻ ജീവൻ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ ജീവികളും ആ ജീവിതത്തിന്റെ അവസാനത്തെ കാത്തിരിക്കുന്നവരാണ്. ഒരാളുടെയും ഭൂമിയിലെ ജീവിതം സ്ഥായിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ ശൂന്യതയിലേക്ക് മായ്ക്കപ്പെടും. അത് സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടൻ അല്ലെങ്കിൽ ആദരണീയൻ എന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിയ മനുഷ്യന്റെയും കഥ അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ ജീവിതത്തിന്റെ അവസാനത്തെ അല്ലെങ്കിൽ മരണത്തെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യനെ അതിനുവേണ്ടി തയ്യാറാക്കുന്ന തരത്തിൽ സംസാരിച്ചു. അതിനുവേണ്ടി ഒരുങ്ങി അതിനെ കാത്തിരുന്ന് ജീവിതത്തെ ശുദ്ധമാക്കുന്ന തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വാചകങ്ങൾ അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ചു. അതാണല്ലോ ഖുർആന്റെ പ്രത്യേകത. പരിശുദ്ധ ഖുർആൻ സംസാരിക്കുക ആളുകളുടെ ചെവി കൊണ്ടുള്ള കേൾവിയോടല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള കേൾവിയോടാണ്. ആളുകളുടെ മുഖത്ത് നമ്മൾ കാണുന്ന സുന്ദരമായ കണ്ണുകളിലൂടെയല്ല പരിശുദ്ധ ഖുർആൻ കാണാൻ ആവശ്യപ്പെടുന്നത്, മറിച്ച് ഖുർആൻ കാണാനും നോക്കാനും ആവശ്യപ്പെടുന്നത് ഹൃദയത്തിന്റെ കണ്ണുകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളോ അല്ലെങ്കിൽ ഖുർആൻ മനുഷ്യന് പഠിപ്പിക്കുന്ന ആ രാജപാതയോ അത് മനസ്സിലാക്കാനും വേർതിരിച്ചറിയാനും സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ച്
അവർ അവരുടെ ഹൃദയങ്ങളുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചവരാണ് എന്ന് അല്ലാഹു പറയാൻ കാരണം വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ ഇന്നഹാ ലാ തഅമൽ അബ്സാർ. മനുഷ്യന്റെ ഈ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്. ദുനിയാവൻ കാണുന്നവനാണ്, ദുനിയാവിലെ മനോഹാരിതയെ അവൻ ആസ്വദിക്കുന്നവനാണ്. വലാകിൻ തഅമൽ ഖുലൂബ്, അത് രുചിച്ച് ഖബറിലേക്ക് പോവേണ്ടവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മലക്കുൽ മൗത്ത് വന്ന് ജസദിൽ നിന്ന് റൂഹിനെ എടുത്തുകൊണ്ടുപോയാൽ അതോടുകൂടി മനുഷ്യ ജീവിതം എന്ന യാഥാർത്ഥ്യം അവസാനിക്കുകയല്ല, തീരുകയല്ല, മറിച്ച് ശരിക്കും അതവിടെ ആരംഭിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതം ശരിക്കും അവിടെ തുടങ്ങുകയാണ്, യഥാർത്ഥ ജീവിതം. ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചുരുങ്ങിയ കാലം ഏതോ ഒരു സെക്കൻഡിൽ പൊടുന്നനെ അവസാനിക്കുന്നതാണ് എന്ന്, അതാണ് യഥാർത്ഥ ജീവിതം. അതൊരിക്കലും നശിക്കൂല. ഖൈറുൻ വ അബ്ഖാ.